സോ ഈ റൈഡ് ഒഫീഷ്യലി ഒരു ഇന്റർനാഷണൽ ട്രിപ്പായി മാറുകയാണ്. അവിടെയൊക്കെ പെട്രോളിന് 60 രൂപയുള്ളതെന്നാണ് കേൾക്കുന്നത്. സ്വന്തം വണ്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭൂട്ടാനിൽ കയറി പെട്രോൾ അടിച്ചിട്ട് ചായ കുടിച്ച് പോവുകയും ചെയ്യാം. അതാണ് ഭൂട്ടാൻ്റെ എൻട്രി ഗേറ്റ്. നമ്മൾ ഒഫീഷ്യലി വി ഹാവ് എൻറ്റേർഡ് ഭൂട്ടാൻ ഗൈസ്. 64.39 കണ്ടോ റേറ്റ്, 64.39. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ തവാങ് സീരീസ്. നമ്മൾ ഇന്ന് തിരിച്ച് ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് മാൻ, ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ടു ബി മോർ പ്രിസൈസ്. ഇവിടുത്തെ കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ കാണാൻ പറ്റും. ഫോട്ടോസൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ സ്ഥലം. നമ്മൾ നിന്നത് ആ ടെൻറ്റിലാണ്. ഇന്നലെ ഈ ടെൻറ്റിൽ കുറച്ച് റൈഡേഴ്സ് കൂടെ വന്നു കേട്ടോ. 2 പേര് ഈ ഹിമാലയനിൽ വന്നു. ഈ പുള്ളിക്കാരൻ ഒഡീഷയിൽ നിന്നാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ആസാമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ക്രോസ് പോക്ക് വീൽസും ഫ്യൂവലെക്സും നല്ല ആഫ്റ്റർ മാർക്കറ്റ് മിറേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വണ്ടി. പുള്ളി തവാങ്ങിലേക്ക് പോകുന്ന വഴി. അപ്പോൾ തവാങ്ങിലെ എന്താണ് അവസ്ഥ എന്നൊക്കെയാണ് ചോദിച്ചത്. അത് പറയാൻ പറ്റില്ല, കാരണം അവിടെ വളരെ ഡൈനാമിക് ആണ്. സ്നോഫോൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. ചെയിൻ ഇടേണ്ടി വരുമോ എന്നൊക്കെ. ചെയിൻ എന്തായാലും ഇടേണ്ടി വരില്ല, പക്ഷേ സ്നോ കിട്ടുമല്ലോ എന്നുള്ളത് ചെല്ലുമ്പോഴേ പറയാൻ പറ്റും. കാരണം അത്രയും ഡൈനാമിക് ആണ് അവിടുത്തെ ക്ലൈമറ്റ്. കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ബൈ ബൈ സംഗ്തി വാലി. ഇവിടുന്ന് നമുക്ക് മൊത്തം 300 കിലോമീറ്ററാണ് ഗുവാഹട്ടിക്കുള്ളത്. ഇങ്ങോട്ട് വന്നപ്പോൾ തേസ്പൂർ ഹൈവേ വഴിയാണ് വന്നത്. 4 വരി പാതയായിരുന്നു. നല്ല അത്യാവശ്യം നല്ല ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പറ്റുന്ന ഹൈവേ ആണ്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സെല്ലാം ഗുവാഹട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതെല്ലാം ആ റൂട്ട് വഴിയാണ് വരുന്നത്. ഒരു 90 കിലോമീറ്റർ അധികമുണ്ട്, പക്ഷേ നല്ല അടിപൊളി ഹൈവേ ആണ്. നമേരി ടൈഗർ റിസർവ് വഴിയാണ് അത് വരുന്നത്. തിരിച്ച് നമ്മൾ പോകുന്നത് ഭൈരബ്കുണ്ട എന്ന് പറയുന്ന സ്ഥലം വഴിയാണ്. അതുവഴി പോകാനുള്ള കാര്യം, അത് ആക്ച്വലി ഒരു ട്രൈ ജംഗ്ഷനാണ്. അതായത് ആസാം, അരുണാചൽ പ്രദേശ് ആൻഡ് ഭൂട്ടാൻ, ഇത് മൂന്നും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ്, ഒരു ജംഗ്ഷനാണ് ഈ ഭൈരബ്കുണ്ട എന്ന് പറയുന്നത്. കാരണം അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാൻ എൻ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. യെസ്, വി ആർ ഒഫീഷ്യലി എൻറ്ററിങ് അനദർ കൺട്രി. സോ ഈ റൈഡ് ഒഫീഷ്യലി ഒരു ഇന്റർനാഷണൽ ട്രിപ്പായി മാറുകയാണ്. അവിടെയൊക്കെ പെട്രോളിന് 60 രൂപയുള്ളതെന്നാണ് കേൾക്കുന്നത്. സ്വന്തം വണ്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക്, തിരിച്ചു പോകുന്ന റൂട്ട് നിങ്ങൾക്ക് ഭൈരബ്കുണ്ട ഓപ്റ്റ് ചെയ്യാം. 90 കിലോമീറ്റർ കുറവുണ്ട്. ഇതുപോലെ ഭൂട്ടാനിൽ കയറി പെട്രോൾ അടിച്ചിട്ട് ചായ കുടിച്ച് പോവുകയും ചെയ്യാം. ബൊംഡില ടൗൺ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് അടുത്ത പെട്രോൾ പമ്പ് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും, ദിരാങ് എന്ന് വരുമ്പോൾ. പിന്നെ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് കണ്ടു. അവിടെയൊക്കെ സ്റ്റേ ചെയ്യാം, ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. പൊക്കത്തിലാണ് നിൽക്കുന്നത്. തവാങ് പോലെയൊക്കെ തന്നെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. എത്ര ഫീറ്റാണെന്നറിയില്ല. എന്തായാലും ദിരാങ്ങിനെക്കാട്ടും ഹൈറ്റ് ഉണ്ട്. കാരണം നമ്മൾ കയറി വരുമായിരുന്നു. ഇപ്പോൾ ദാ ബൊംഡില കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോവുക. ഒന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയത്. നല്ല വിശപ്പ്. രാവിലെ മാഗി മാത്രമേ കഴിച്ചുള്ളൂ. 43 കിലോമീറ്റേഴ്സ് മോർ ടു ഭൂട്ടാൻ. ഇതാണ് മോനെ ട്രൈ ജംഗ്ഷൻ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് ആസാം, അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ, അതിൻ്റെ ഒരു ക്രോസ് റോഡിലാണെന്ന് വേണേൽ പറയാം. ഇവിടുന്ന് വലത്തേക്കാണ് ഭൂട്ടാൻ. ഓ, ക്യൂ ആണല്ലോ. ഗൈസ്, ഇത് തന്നെയാണ് കേട്ടോ ഭൂട്ടാനിലേക്കുള്ള ചെക്ക് പോസ്റ്റ്. കണ്ടോ, താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഇന്ത്യ. നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ഒതുക്കിയിട്ട് ആ കാണുന്ന ഓഫീസിൽ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. ബൈക്ക് പാർക്കിംഗ് റൈസ്. അപ്പോൾ പോയിട്ട് എന്താ നോക്കിയിട്ട് വരാം. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതാ കാണുന്ന പ്ലീസ് ഷോ യുവർ ഐഡൻറ്റിറ്റി എന്ന് കാണുന്ന ആ ചെക്ക് പോസ്റ്റ് ഇല്ലേ, ആ ഒരു കൗണ്ടറില്ലേ, അവിടെ പോയി നമ്മുടെ ആധാറിൻ്റെ ഒറിജിനൽ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും RC കാർഡും കാണിച്ചാൽ മതി. RC ഇപ്പം നിങ്ങൾ വണ്ടി വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിച്ചാലും മതി. ഒരു നമ്പർ കാണും, ടോക്കൺ നമ്പർ. അതായത് നമ്മുടെ പേര് എഴുതുന്ന സീരിയൽ നമ്പറാണ്. ആ നമ്പർ ഓർത്ത് വെച്ചേക്കണം.
അതെനിക്ക് തോന്നുന്നു തിരിച്ചു വരുമ്പോഴും ആ നമ്പർ പറയണം, കാരണം നമ്മളെപ്പോൾ അകത്തേക്ക് പോയി എപ്പോൾ തിരിച്ചിറങ്ങി എന്നുള്ള റെക്കോർഡ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നമ്പർ 248. മെനിഞ്ഞാന്ന് ചൈന, ഇന്നലെ ഇന്ത്യ, ഇന്ന് ഭൂട്ടാൻ. എന്താ അല്ലേ, താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഇന്ത്യ. പൊളി, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ത്യ ബൈക്കിൽ ക്രോസ് ചെയ്യുമെന്ന്. ഓ നൈസ്, വാട്ട് എ ഫീലിംഗ്. ഇവിടെ ഒരു വേറെ ക്യൂ കിടക്കുന്നല്ലോ. എൻ്റെ മോനെ, 3/4 മണിക്കൂറോളം ഈ ക്യൂവിൽ നിന്ന് കേട്ടോ, ഭൂട്ടാൻ സൈഡിലെ പാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ഇത്രയും പാടില്ലായിരുന്നു. ഇവിടെയും RCയും ലൈസൻസൊക്കെ കാണിക്കണം. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് ഒരുപാട് ദൂരം അകത്തേക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ല. പെട്രോൾ അടിക്കാം. എന്താ ഇവിടെ ഒരു ഭാരത് പെട്രോളിൻ്റെ ബോർഡ് കാണുന്നില്ലേ, അവിടെ കയറി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു പൊക്കണം. അതിനു വേണ്ടി എത്ര നേരം നിന്ന്. ഇതാദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നിൽക്കണ്ടായിരുന്നു. കാറിലൊക്കെ ആണെങ്കിൽ, ഇതുപോലത്തെ ടൂറിസ്റ്റ് ടാക്സി കാറിലൊക്കെ ആണെങ്കിൽ അവർ അകത്തേക്ക് കുറച്ച് ദൂരം കൂടെ വിടും. ബൈക്കിലാണെങ്കിൽ പെട്രോൾ അടിക്കാൻ മാത്രം ഇല്ല, അതുവരെ വിടത്തുള്ളൂ. എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ ഭൂട്ടാൻ്റെ അതിർത്തി ഒന്ന് കടക്കാമല്ലോ. പെട്രോളാണെങ്കിലും 60 രൂപയ്ക്ക് അടിച്ചിട്ട് വരാം. ലിറ്ററിന് 60 രൂപയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സാധനമാണ് കിട്ടുന്നത് നമുക്ക്, ഈ ഒരു ചെറിയ തുണ്ട് പേപ്പർ. 2 PM ഡേറ്റ് എന്തൊക്കെ വെച്ചിട്ട് എഴുതി തന്നെ. ഇത് തന്നെ നമ്മൾ കൈ കൊണ്ട് എഴുതിയാൽ മതിയായിരുന്നു. എന്തായാലും പോയിട്ട് വരാം. ഇതാണ് ഭൂട്ടാൻ ഗേറ്റ് കേട്ടോ. നമ്മളിവിടെ നിന്ന് വലത്തേക്ക് തിരിയണം, മുമ്പോട്ട് പ്രവേശനമില്ല. ഇതാണ് പെട്രോൾ പമ്പ് കേട്ടോ, പെട്രോൾ കാർ ഡയറക്ഷൻ. അതാണ് ഭൂട്ടാൻ്റെ എൻട്രി ഗേറ്റ്. നമ്മൾ ഒഫീഷ്യലി വി ഹാവ് എൻറ്റേർഡ് ഭൂട്ടാൻ ഗൈസ്. ഒന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാൻ. ഓ, ഇവിടെയും ക്യൂ ആണോ എൻ്റെ അമ്മേ. 64 രൂപയെന്ന് കാണുന്നുണ്ട് കേട്ടോ. വണ്ടി കുലുക്കുക പെട്രോൾ കയറ്റുന്നേ, ഫുള്ളടിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം ലാഭം, കൊള്ള ലാഭം. 64.39 കണ്ടോ റേറ്റ്, 64.39. അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് പെട്രോൾ അടിച്ച് ഗൈസ്. 64 രൂപയ്ക്ക് ജന്മത്ത് പെട്രോൾ അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും ഭൂട്ടാനിൽ കയറി അത് നടന്നു. थैंक यू जी। बाइक में आगे अलाउड नहीं है? अलाउड नहीं है। कार में है तो जा सकते हैं? ഓ ഓക്കെ, താങ്ക് യു ജി. ക്യൂ നിന്നത് ഭൂട്ടാനിലാണോ ഇന്ത്യയിലാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ, രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അത് കണ്ടോ BP വണ്ടികൾ, ഭൂട്ടാൻ വണ്ടികൾ. അയ്യോ, നിന്ന് ക്ഷീണിച്ചടേ. ഒരു അതിർത്തി കടക്കാൻ ഇത്രയും പാട്. വെൽക്കം ടു ഇന്ത്യ, വി ആർ ബാക്ക് ടു ഇന്ത്യ. അവിടെ ഇറങ്ങി നമ്പർ പറയണം. എടാ 248. ഡണ്ണ നമ്പർ പറയാ, പോവാ. വെൽക്കം ടു ഇന്ത്യ. അങ്ങനെ നമ്മൾ 10-15 മിനിറ്റത്തേക്ക് ഭൂട്ടാനിൽ പോയിട്ട് വന്നു കേട്ടോ. ബൈക്ക് വരുന്നവർ പെട്രോൾ അടിക്കാനല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ ഭൂട്ടാനിൽ പോയി എന്നൊരു പേരാവും. അതേ ഉള്ളൂ. പ്രൊസീജിയർ മനസ്സിലായല്ലോ. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്, രണ്ടിടത്തും RC, ആധാർ, ലൈസൻസ് 3 കാണിക്കണം. അയ്യോ, ഇവിടെ എവിടെയെങ്കിലും നിർത്തി കുറച്ച് വെള്ളം കുടിക്കാം. പെട്ടെന്ന് തീരേണ്ട ക്യൂ ആട്ടോ. ഞാൻ ചെന്നപ്പം ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഭൂട്ടാൻ കണ്ടോ, 0.5 കിലോമീറ്റേഴ്സ്. ഗൈസ്, ഇനി നമുക്കൊന്നുമില്ല കേട്ടോ, നേരെ ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. വി ഹാവ് ഒഫീഷ്യലി എൻറ്റേർഡ് ആസാം. നമ്മൾ ഒഫീഷ്യലി കയറി ഭൈരവ്കുണ്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രൈ ജംഗ്ഷനാണ്. അങ്ങോട്ടേക്ക് ആസാം, പുറകിൽ അരുണാചൽ, റൈറ്റ് സൈഡിൽ ഭൂട്ടാൻ. അങ്ങനെ 3 സ്ഥലങ്ങൾ ചേരുന്ന ജംഗ്ഷനാണ് ഭൈരവ്കുന്ദ. അപ്പോൾ നമ്മളെന്തായാലും ഒഫീഷ്യലി ആസാമിൽ കയറി. ഇനി നേരെ ഹോട്ടലിലേക്കാണ്. ഗുവാഹട്ടി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തു. നാളെ രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 8 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ അടുത്തുള്ള എയർപോർട്ടാണെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെ അവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവനെ കൊണ്ട് കൊടുക്കണം. അതൊരു 1.5 മണിക്കൂർ ദൂരെയാണ്. അത് കൊടുത്തിട്ട് തിരിച്ച് ഊബർ വിളിച്ച് ഹോട്ടലിൽ കയറണം. ഇനി അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പോയി നോക്കാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് വിട്ടങ്ങ് പോവാം. ഒരുപാട് ലേറ്റാക്കണ്ട. ഗൂഗിൾ പ്രകാരം 131 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂർ 3 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്.
അതിന് മുമ്പിട്ട് എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ എത്തുമെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെയൊക്കെ ലോറിക്കാരും ബസ് ഡ്രൈവർമാരും ഒക്കെ മുറുക്കിയിട്ട് തുപ്പുമ്പോഴേ, ഡ്രൈവർമാരൊക്കെ മുറുക്കിയിട്ട് തുപ്പുമ്പോൾ ജനൽ വഴി അങ്ങ് തുപ്പത്തല്ലേ ഉള്ളൂ. തുപ്പുന്നത് ശരിയല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ ഞാൻ പറയുന്ന വേറൊരു കാര്യമാണ്, ഇവിടുത്തെ ആൾക്കാർ തുപ്പുന്നത് എങ്ങനെയാണെന്നറിയോ? ജനലിൽ കൂടെ തുപ്പിയാൽ പോരാ അവർക്ക്, ആ വാതിൽ മൊത്തം അങ്ങ് തുറന്നിട്ട് തറയിലോട്ട് തലയിട്ടാലേ തുപ്പുന്നത് ശരിയാവും. അവർക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പം അതാ ഒരു ഓൾട്ടോക്കാരൻ കുറച്ച് മുമ്പേ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ഡോറ് ഫുള്ളായിട്ട് അങ്ങ് തുറന്നിട്ട് അങ്ങ് തുപ്പുക, മുറുക്കിയതേ. ഇവിടെ 1-2 വട്ടം ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ അത് കോമൺ ആണ്. അപ്പോൾ കാറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്നായിരിക്കും അവർ ചിലപ്പം സൈഡ് മിറർ നോക്കാതെ അല്ല തുറക്കുന്നതെന്നുണ്ടെങ്കിൽ തീർന്നല്ലോ. തുപ്പുന്നത് പിന്നെയും പോട്ടെ, അത് തുടച്ചാൽ പോകും. പക്ഷേ ഈ വാതിൽ തുറന്ന് തുപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിൽ ചെന്നിടിക്കും നമ്മൾ. എന്താല്ലേ, ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതികൾ. ഈ ഗുവാഹട്ടിയിൽ ഹൈവേയിലാണെങ്കിലും നല്ല ബ്ലോക്കാണ്, ട്രാഫിക് ബ്ലോക്ക്. ഓഫീസ് ടൈം കഴിഞ്ഞില്ലല്ലോ, 3:45 എന്ത് ബ്ലോക്കാണെന്നറിയോ ഹൈവേയിൽ. ഇനിയിപ്പം നമ്മുടെ ടൗണിലെത്തുമ്പോൾ എന്താ അവസ്ഥയെന്ന് ചെല്ലുമ്പോൾ അറിയാം. നല്ല പാലം. Okay, we have reached. A few moments later. അങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കേട്ടോ, ഹോട്ടൽ റൈനോ എയർപോർട്ടിൻ്റെ അടുത്ത്. ഇവിടുന്ന് തന്നെ ഫുഡും കഴിച്ചു. കുഴപ്പമില്ല. എന്താണ്, ചിക്കൻ താലിയോ, ചപ്പാത്തിയും ചോറും ചിക്കൻ കറിയും പായസമൊക്കെ ആയിട്ടൊരു കൂട്ട സാധനം. 280 എന്തോ ആയിരുന്നു. എന്തായാലും ഐ വിൽ മിസ് ദിസ് മോട്ടോർ സൈക്കിൾ മാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഡ്വഞ്ചർ ടൂററിൽ ട്രിപ്പ് പോകുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പറയാറുണ്ട് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് എന്തുകൊണ്ടും നല്ലതൊരു അഡ്വഞ്ചർ ടൂററാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കുണ്ടും കുഴി അറിയും, പക്ഷേ അറിയിക്കുന്ന രീതി വേറെയാണ്. നമുക്കൊരു ക്ഷീണമൊന്നും തോന്നിക്കില്ല അറ്റ് ദി എൻഡ് ഓഫ് ദ റൈഡ്. ഇൻ്റർസെപ്റ്റർ എൻ്റെ കയ്യിലുള്ളത് ഇൻ്റർസെപ്റ്റർ 650 ആണ്. അപ്പോൾ അതിലുള്ള ആ ഒരു തിരിച്ചടി ഉണ്ടല്ലോ, ഓരോ കുഴിയിൽ വീഴുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ റീബൗണ്ടും ഡാമ്പിങ്ങിൻ്റെ കുറവും, അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. സസ്പെൻഷൻ്റെ കാര്യത്തിൽ, പവറിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണത്. ബട്ട് പവറല്ലല്ലോ അല്ല, പവർ ഇതിനാവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ സസ്പെൻഷനും കൊള്ളാം. പിന്നെ ഇങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന പോലെ നല്ല ഹൈറ്റ് ഇരുന്ന് ഓടിക്കാനും പറ്റും. ഗൈസ്, പറഞ്ഞ് നാക്കെടുത്തില്ല, വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. വണ്ടിയുടെ ക്ലച്ച് ചെറുതായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോണേ, 4000 കണ്ടോ? അതായത് RPM ചുമ്മാ കയറും, പക്ഷെ സ്പീഡ് കയറത്തില്ല. കണ്ടോ? ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ? റൈസ് ആവുന്നുണ്ട്, പക്ഷെ സ്പീഡ് കയറുന്നില്ല. നിങ്ങൾക്ക് കണ്ടോ? ക്ലച്ച് തീർന്ന കേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ അല്ല, സാധാരണ ഒരു ക്ലച്ച് ആവറേജ് വെയറിങ് ടൈം എന്ന് പറഞ്ഞാൽ 35,000 കിലോമീറ്ററാണ് ബൈക്കിൻ്റെ, അല്ലേ? 35,000, ചിലരുടെയൊക്കെ 20,000 കത്തിപ്പോകും. അത് യൂസേജ് അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ 40,000 ആയപ്പോഴാണ് ചെറുതായിട്ട് വെയറായത്. അതായത് വണ്ടി ഇപ്പോൾ മൂവ് ആവുന്നുണ്ടല്ലോ, ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലച്ച് സെറ്റ് തന്നെ ആയിരിക്കണം ഇതിപ്പോൾ തീർന്നതാണ്. ഹാഫ് ക്ലച്ച് പിടിച്ച് തീർന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ പിടിച്ച് തീർന്നതാണെങ്കിൽ അവിടെ നിൽക്കും വണ്ടി. അതായത് വണ്ടി നമുക്ക് ഫസ്റ്റിലിട്ടാലും മുന്നോട്ട് പോകില്ല. ഇതിപ്പോൾ യൂസേജ് കാരണം തേഞ്ഞതാണ്, ലൈഫ് തീർന്നതാണ്. അതാണ് നമുക്ക്
ചെറിയ RPM വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട്, വലിയ RPM നീങ്ങുന്നില്ല. എന്തായാലും ഹിമ്മിക്കുട്ടൻ 40,000 ആയപ്പം 40,000 വരെ ക്ലച്ച് എത്തിച്ചു, അത് തന്നെ വലിയ കാര്യം. ഇവിടുന്ന് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൺട്രി റൈഡ്സ് എന്ന് പറഞ്ഞിട്ടാലും മതി, അല്ലെങ്കിൽ ഹെറിറ്റേജ് സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ കൺട്രി റൈഡ്സിൻ്റെ മുകളിൽ തന്നെ, ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു ഹോട്ടലും ഉണ്ട്. അപ്പം തലേന്ന് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് അവിടുന്ന് തന്നെ വണ്ടി എടുത്ത് പോവാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. സ്റ്റേ അത്ര സുഖമുള്ളതല്ല, എന്നാലും കുഴപ്പമില്ല. ആ ലൊക്കേഷൻ പോരാ. സ്റ്റേ കുഴപ്പമില്ല, റൂം കുഴപ്പമില്ല, പക്ഷേ ആ ലൊക്കേഷൻ ഒരുമാതിരി പട്ടിക്കാടാണ്. 1 hour later. Guys, so we are back in the hotel near the airport. വണ്ടി കൊടുത്തു, എല്ലാം സോൾട്ട്. അവർ റൈഡ് ഹാസ് ഒഫീഷ്യലി കം ടു എൻ എൻഡ്. ഏകദേശം 1360 കിലോമീറ്ററാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഓടിയത്. നോർത്ത് ഈസ്റ്റ് മൊത്തം കവർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു. അപ്പോൾ ഈ സർക്യൂട്ട്, തവാങ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, സപ്പോർട്ട് മീ ഓൺ ഇൻസ്റ്റഗ്രാം, സപ്പോർട്ട് മീ ഓൺ യൂട്യൂബ്. ഇനി അങ്ങോട്ടും റൈഡുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ റൈഡ്സ് ചെയ്യാം, കാരണം നമ്മളിപ്പോൾ ചെയ്തതെല്ലാം പുറത്താണ്. ഊട്ടി, കൊടൈക്കനാൽ, മേഘമലയിൽ പോയില്ല, മേഘമല എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ദാ നോർത്ത് ഈസ്റ്റ്, ഭൂട്ടാൻ വരെ പോയി. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് റൈഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, സപ്പോർട്ട് മീ. പഴയ വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണുക, ഇഷ്ടപ്പെടും. ഒരുപാട് നല്ല ലാൻഡ്സ്കേപ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്, 9 മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, see you around. Peace.